മാള അഷ്ടമിച്ചിറയിൽ ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. അഷ്ടമിച്ചിറ സ്വദേശി ശ്രീഷ്മയാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ അറസ്റ്റിലായ ഭർത്താവ് വാസൻ റിമാൻഡിലാണ്. ജനുവരി 29-നാണ് വാസൻ ഭാര്യയെ ആക്രമിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. എന്തിനായിരുന്നു ഈ ഒരു ആക്രമണമൊക്കെ ഉണ്ടായത്? ഇപ്പോൾ ഈ ഒരു മരണം എങ്ങനെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്? സ്വാതി, ജനുവരി 29-നാണ് സംഭവം നടക്കുന്നത്. മാള അഷ്ടമിച്ചിറ സ്വദേശിയായ ശ്രീഷ്മയെ ഭർത്താവ് വാസൻ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്നാണ് യുവതിക്ക് നേരെ ഭർത്താവിന്റെ ആക്രമണം ഉണ്ടായത്. രാത്രി 7:45 കുട്ടികൾ സഹിതം ഇവർ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചുള്ള സമയത്താണ് വാക്കുതർക്കത്തെ തുടർന്ന് ശ്രീഷ്മയുടെ കൈക്കും കാലിലുമൊക്കെ ഇയാൾ വീട്ടിലുപയോഗിക്കുന്ന വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയത്. നാട്ടുകാരോട് കുട്ടികൾ നിലവിളിച്ചെത്തിയാണ് ഈ കാര്യം പറയുന്നത്. സംഭവത്തിന് പിന്നാലെ വാസൻ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിന് 2 ദിവസത്തിന് ശേഷം പോലീസ് പ്രതിയായിട്ടുള്ള വാസനെ കസ്റ്റഡിയിൽ എടുക്കുകയും കൊലപാതക ശ്രമമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ യുവതി ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിഞ്ഞു വരവെയാണ് ഇന്ന് പുലർച്ചെ മരണപ്പെടുന്നത്. രക്തത്തിലുണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമെന്നുള്ളതാണ് പോലീസും മറ്റുള്ള ആശുപത്രി അധികൃതരും പറയുന്നത്. 5 കുട്ടികളാണ് ഇവർക്കുള്ളത്. 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള 4 കുട്ടികളാണ് ഇവർക്കുള്ളത്. ഈ അത്യന്തം ദാരുണമായ സംഭവം. ഭർത്താവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രീഷ്മ ഇന്ന് പുലർച്ചെ മരണപ്പെടുകയായിരുന്നു. മാളയിൽ തന്നെ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ജീവനക്കാരിയായിരുന്നു ശ്രീഷ്മ. ഇവർ ജോലിക്ക് പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഭർത്താവ് ഈ സ്ത്രീയോട് നിരന്തരം വഴക്കുണ്ടാക്കിയിരുന്നത്. അതിനൊടുവിലാണ് ജനുവരി 29-ന് ഇവരെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ മുറിവേറ്റ ശ്രീഷ്മ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രക്തത്തിലുണ്ടായ അണുബാധയെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ മരണപ്പെടുന്നത്. ശരി ലെവിൻ.